ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത് പൊപ്പോയ് വേൾഡ് NFT എന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അപ്പോൾ പൊപ്പോയ് വേൾഡ് NFT എന്ന് പറയുന്നത് NFT ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ട്രഷർ NFT എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിലും NFT ബൈയും സെല്ലും ചെയ്യുക അല്ലെങ്കിൽ റിസർവ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം 1.5% പ്രോഫിറ്റ് തന്നുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ട്രഷർ NFT എന്ന് പറയുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോം പോലെ തന്നെ നോൺ ഫഞ്ചബിൾ ടോക്കൺസ് അല്ലെങ്കിൽ NFTs നമുക്ക് ബൈയും സെല്ലും ചെയ്ത് ഡെയിലി 1% മുതൽ 2% വരെ ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പൊപ്പോയ് വേൾഡ് NFT എന്ന് പറയുന്നത്. പൊപ്പോയ് വേൾഡ് NFTയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രഷർ NFT ചെയ്തവർക്കറിയാം. ട്രഷർ NFT നമ്മൾ ആദ്യം ചെയ്തിരുന്നത് OKX എന്ന വാലറ്റിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് NFTs റിസർവേഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത് തുടർന്ന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പൊപ്പോയ് വേൾഡ് എന്ന NFT പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് വരുന്നത് ബിനാൻസിൻ്റെ സ്മാർട്ട് ചെയിൻ ആണ്. അത് ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിൻ ത്രൂ ആണ് നമ്മൾ ഇതിനകത്തുള്ള ട്രേഡിംഗ് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് പൊപ്പോയ് വേൾഡ് എന്ന NFT നമ്മൾ ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു NFT നമുക്ക് ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിനിൽ കയറി നമുക്കത് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു ട്രേഡിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ പൊപ്പോയ് NFTയുടെ ഡാഷ്ബോർഡാണ്. ഇവിടെ 102 ബാലൻസ് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ കയറി ഒരു NFT ബൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ബൈ NFT എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഇവിടെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ $100 അപ്പം 50-നും 500-നും ഇടയ്ക്കുള്ള പാക്കേജ് ഞാൻ എക്സ്പ്ലോർ NFT ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം നമുക്ക് NFTs കാണാം. ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ പൊപ്പോയ് നമ്മളറിയാം ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, അത് കാർട്ടൂൺ ക്യാരക്ടറാണ്. ആ കാർട്ടൂൺ ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന് പൊപ്പോയ് വേൾഡ് NFT എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് പൊപ്പോയുടെ NFTs ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സെല്ല് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാലൻസ് $102 ആണ്. ആ 102-ന് ഈക്വലായിട്ടുള്ള ഒരു NFTs നമുക്ക് പർച്ചേസ് ചെയ്യാം. വളരെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരുപാട് NFTs നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ ഓരോ ദിവസവും ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ $88 വിലയുള്ള ഒരു NFT മേടിക്കുകയാണ്. ഇവിടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തു, ബൈ നൗ ക്ലിക്ക് ചെയ്തു, കൺഫേം ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തു, ട്രാൻസാക്ഷൻ നടക്കുകയാണ്. നമ്മൾ NFTയോടെ ബൈ ചെയ്തു. ഓക്കെ, അവിടെ NFT ബൈയും കഴിഞ്ഞു. ഓക്കെ, NFT ബൈയും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ കാണിച്ചു തരാം. ഇവിടെ ബൈ NFT ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ തന്നെ NFT ഹിസ്റ്ററി കാണാം. NFT ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് NFT51 എന്ന ഒരു NFTയാണ് ഞാൻ നിലവിൽ വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ട്രാൻസാക്ഷൻ ഹാഷ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ഡയറക്റ്റ് നിന്ന് ബിനാൻസിൻ്റെ ട്രാൻസാക്ഷൻ ചെയിനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഓക്കെ, ഇതാര് വാങ്ങിച്ചു, ഏത് ടോക്കൺ വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങൾ ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു NFT ആണ് ഞാൻ നിലവിൽ വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോക്കൺ ID എന്ന് പറയുന്നത് 51 ആണ്. പൊപ്പോയ് വേൾഡ് NFT ആണ് നിലവിൽ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാവുന്നൊരു കാര്യമാണ് ഇതിനൊക്കെ എന്തോരം വാല്യൂ കൊടുത്ത് മേടിക്കാൻ ആളുണ്ടോ, ഇത് സെല്ലിംഗ് ആകാൻ പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതിന് ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഇതൊരു NFT വർക്കാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $10.2 മില്യൺ ഈ ഒരു NFT ആർട്ട് വർക്ക് വിറ്റ് പോയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണി ഏകദേശം 830 കോടി രൂപയാണ് ഈ ഒരു NFTയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു മാർക്കറ്റാണ് NFT മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും NFT വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് NFT മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ NFT സ്കാൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, വലിയ ഫേമസ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ്. അതായത് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപിറ്റൽ പോലെ തന്നെ ലോകത്ത് ഏതൊക്കെ NFT ഉണ്ടോ നമുക്കത് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും NFT സ്കാനകത്ത്. NFT സ്കാൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് NFT ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ NFT സ്കാൻ എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ഉള്ള ചെയിൻ എന്ന് പറയുന്നത് എതേറിയം ഉണ്ട്, പോളിഗൺ ഉണ്ട്, BNB സ്മാർട്ട് ചെയിൻ ഉണ്ട്, സൊളാന ഉണ്ട്, OP മെയിനെറ്റ് ഉണ്ട്, മിൻറ്റ് ഉണ്ട്, ബേസ് ഉണ്ട്. ഇത്രയും 8 തരത്തിലുള്ള ചെയിനുകൾ നിലവിൽ സപ്പോർട്ടാണ്. 140ഓളം മാർക്കറ്റ് പ്ലേസുകളുള്ള NFTs നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ NFTs എത്ര വേൾഡ് ഫുള്ളായിട്ട് എത്രയും ലീഗലായിട്ട് ഉണ്ടെങ്കിൽ എത്രത്തോളം NFTs ഉണ്ടെന്ന് കാണാൻ പറ്റും. 2642 ലക്ഷം കോടി NFTs നിലവിൽ മാർക്കറ്റിലുണ്ട്.
അപ്പം അതിന് ഹോൾഡ് ചെയ്യുന്ന മാർക്കറ്റ് ക്യാപിറ്റൽ ഏകദേശം ഇത്രത്തോളം മാർക്കറ്റ് ക്യാപിറ്റൽ നിലവിൽ ഉണ്ട്. NFT വോളിയം ഇത്രത്തോളം എമൗണ്ട് നിലവിൽ NFTs ആൾക്കാർ ബൈ ചെയ്ത് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 24 മണിക്കൂറിൽ നടന്ന ട്രാൻസാക്ഷൻ ഇത്രത്തോളമാണ്, അതിൻ്റെ ട്രാൻസാക്ഷൻ വോളിയം ഇത്രത്തോളമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് NFT സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റ് കാണിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ പൊപ്പോയ് വേൾഡ് എന്ന NFTക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഓഡിറ്റിംഗ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു നടത്തിയിട്ടുള്ള ആ ഒരു ടോക്കൺ ഇവിടെ പൊപ്പോയ് വേൾഡ് എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് BSC സ്കാനകത്ത് പോവുകയാണ് നമ്മൾ വീണ്ടും. ഇവിടെ നമുക്കൊരു ടോക്കൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ഓപ്പൺ ചെയ്യേണ്ടത് NFT സ്കാനർ സൈറ്റിലേക്ക് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പൊപ്പോയ് വേൾഡ് NFT എന്ന ആ ഒരു NFTക്ക് നമുക്ക് ലേറ്റസ്റ്റ് ബൈ ചെയ്ത NFTയുടെ കോൺട്രാക്ട് അഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് പേസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, പേസ്റ്റ് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ കാണാം പൊപ്പോയ് വേൾഡ് NFTയുടെ NFT ആണ് എന്ന് വെരിഫിക്കേഷൻ നമുക്ക് വെരിഫൈഡ് ചെയ്ത്, അതായത് ബിനാൻസിൻ്റെ സ്മാർട്ട് ചെയിൻ ഉൾപ്പെടെ നമുക്ക് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് NFTs വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്ലാനിലേക്ക് പോവാം. ഇവിടെ ടോട്ടലി 500 മെമ്പേഴ്സാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 500+ മെമ്പേഴ്സ് ഓൾറെഡി രജിസ്റ്റേർഡായി. ഇന്നലെ നോക്കിയപ്പം 400 സംതിങ് ആയിരുന്നു. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നിലവിൽ മാർക്കറ്റ് ലോഞ്ച് ആയിട്ട് ഏകദേശം 8 ദിവസത്തോളം ആയിട്ടുള്ളൂ. കാരണം പ്രീ ലോഞ്ചിങ് സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നെക്സ്റ്റ് മന്ത് ഇതിൻ്റെ ലോഞ്ചിങ് തായ്ലാൻഡ് വെച്ച് നടക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കുറേ ലീഡേഴ്സിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നിലവിൽ പൊപ്പോയുടെ തന്നെ 200ഓളം NFTs നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ആയിട്ടുണ്ട്. കൂടുതൽ NFTസും മെറ്റാവേഴ്സും നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് ആഡ് ആവുന്നുണ്ട്. 100+ ഡെയിലി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഒരു ദിവസം ഇത്രത്തോളം ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇവരുടെ കളക്ഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഇതിലുള്ള കളക്ഷൻസ് NFT കളക്ഷൻസ് എല്ലാം നോക്കാം. വളരെ അട്രാക്റ്റീവുള്ള NFTs ആണ് ഇവർ ഓരോ ദിവസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറയാൻ ക്രിപ്റ്റോ മേഖലയോ ഫോറക്സ് മേഖലയോ പോലല്ല. NFTs എന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു പൊട്ടൻഷ്യലുള്ള മാർക്കറ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നുകൂടെ നമുക്ക് വളരെ പഠിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവരുടെ PDF വെച്ച് ഒന്ന് പ്ലാൻ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഇപ്പോൾ NFT എന്ന പ്ലാറ്റ്ഫോം നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ബൈയും സെല്ലും NFT ആണ്. അതായത് NFT ബൈയും സെല്ലും ചെയ്യാൻ കഴിയുന്ന, അതാണ് മെയിനായിട്ട് നമുക്ക് ഇൻകം തരുന്ന വഴി എന്ന് പറയുന്നത്. രണ്ടാമത് മിൻറ്റ് കസ്റ്റം NFT. ചില സമയത്ത് ചില NFTs നമുക്ക് മിൻറ്റ് ചെയ്തും ഇൻകം തരാം. ലിമിറ്റഡ് എഡിഷൻ ഡ്രോപ്സ്, ചില സമയത്ത് നമുക്ക് ചില എയർ ഡ്രോപ്സ് പോലെ NFTസും നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ളത് ബൈ NFT ആൻഡ് സെൽ NFT ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇതിനകത്ത് നമുക്ക് NFTയും ബൈയും സെല്ലും ചെയ്ത് ഡെയിലി 1% മുതൽ 2% വരെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് മിനിമം ഇൻവെസ്റ്റ് വരുന്നത് $50 ആണ്. $50 ആണെങ്കിൽ നമ്മൾ മിനിമം ഒരു $60 ഇൻവെസ്റ്റ് ചെയ്ത് വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം $50 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും $50 വർത്തുള്ള NFTs മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിനിമം $60 ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് $50 മുതൽ $500 ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1%. പിന്നെ പാക്കേജ് 2-ൽ വരുന്ന 501 മുതൽ 1500 ആണെങ്കിൽ 1.25% ഡെയിലി പ്രോഫിറ്റ് ലഭിക്കും. പാക്കേജ് 3-ൽ 1501 മുതൽ $2500 വരെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം 1.75% ഡെയിലി പ്രോഫിറ്റ് ലഭിക്കും. പാക്കേജ് 4-ൽ വരുന്നത് $2500 എബോവ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഡെയിലി 2% പ്രോഫിറ്റ് ലഭിക്കും. അതായത് ഒരു 2,50,000 ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം 5,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലെ മിനിമം വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ $10 ആണ്. അത് ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ടോക്കൺ പോക്കറ്റ് അല്ല, നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ മെറ്റാമാസ്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി എപ്പോഴും ടോക്കൺ പോക്കറ്റ് ആണ്. ടോക്കൺ പോക്കറ്റ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം ടോക്കൺ പോക്കറ്റ് ത്രൂ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ് ആ ഒരു ടോക്കൺ പോക്കറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ സേഫ്റ്റിയാണ്. അതായത് ക്യാപിറ്റൽ എമൗണ്ട് ഇതിനകത്ത് ഒരിക്കലും ലോക്കിംഗ് അല്ല.
ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എല്ലാം ചെയ്യുന്നത് ബിനാൻസിൻ്റെ സ്മാർട്ട് ചെയിൻ ത്രൂ ആണ് ചെയ്യുന്നത്. ബിനാൻസിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എമൗണ്ട് ഉൾപ്പെടെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു 10 മണി സമയത്ത് ഞാനൊരു NFT ബൈ ചെയ്തു. ഒരു NFT ബൈ ചെയ്ത് ചിലപ്പോൾ ആ ഒരു 10:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ എൻ്റെ NFT സെല്ല് ചെയ്ത് പോയിരിക്കാം. സെല്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് അടക്കം പ്രോഫിറ്റും അടക്കം എനിക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോക്കിങ്ങേ ഇല്ല. ട്രേഡ് നടക്കുന്ന സമയത്തേക്ക് മാത്രമായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് ലോക്ക് ചെയ്യുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞാൽ, ആ ട്രേഡിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് ഉൾപ്പെടെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റൽ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് 0 ഫീസാണ്. ഫീസ് കാര്യങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റും വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ 5% ഫീസ് ഈടാക്കും. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, നമ്മൾ NFT ബൈ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടാവുമോ, ആ NFT സെല്ലാകാതിരിക്കാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവും. അപ്പം ഒരു പക്ഷേ നമ്മളൊരു NFT ഇന്ന് വാങ്ങിച്ചു, നാളെ ആയിട്ടും ആ NFT സെല്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും കമ്പനി നമ്മുടെ NFT കമ്പനി തിരിച്ചെടുക്കും. കമ്പനി തിരിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് കമ്പനി നമുക്ക് അന്ന് തിരിച്ചു തരും, ഇഫ് നമ്മുടെ NFT സെല്ലായിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഇവിടെ കമ്പനി ഒരു കോമ്പൗണ്ടിങ് ചാർട്ടൂടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കോമ്പൗണ്ടിങ് വരുന്നുണ്ട്. ഇതിൽ കാണിച്ചിരിക്കും നമ്മൾ ഒരു ദിവസം $1000 നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് $1118 ആവും. 20 ദിവസം കൊണ്ട് $1268 ആവും. 30 ദിവസം കൊണ്ട് അത് $1430 ആവും. അതായത് നമ്മളൊരു 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് 43,000 രൂപയോളം നമുക്ക് ഇൻകം ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നേടാൻ സാധിക്കും. അതിൻ്റെ ഒരു സിമ്പിൾ ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ഇൻകം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ സുഹൃത്തുക്കളിലേക്കോ നമ്മുടെ ബന്ധുക്കളിലേക്കോ ഈ ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് ഇൻകം ലഭിക്കുന്നത് നോക്കാം. നമുക്കിതിൽ 20 ലെവലിൽ നിന്നുള്ള ഇൻകമാണ് ലഭിക്കുന്നത്. അവരുടെ ഡെപ്പോസിറ്റിൽ നിന്നല്ല നമുക്ക് ഇൻകം ലഭിക്കുന്നത്, അവർക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ്. അതായത് അവർക്ക് ഡെയിലി കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നമുക്ക് ഡെയിലി കമ്പനി ഇൻകം തരുന്നത്. അതായത് ലെവൽ 1 നിന്ന് 12% നമുക്ക് ഇൻകം കിട്ടും. ലെവൽ 2 നിന്ന് 6%. ലെവൽ 2 ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യണം. ലെവൽ 3 നിന്ന് 5%. 4 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്താൽ നമ്മൾ ലെവൽ 3 നമുക്ക് ഇൻകം കിട്ടും. ലെവൽ 4 നിന്ന് 4%. അതായത് 7 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ 4 നിന്ന് ഇൻകം കിട്ടും. പിന്നെ 10 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്താലും നമുക്ക് ലെവൽ 5 നിന്ന് 3% വെച്ച് ഇൻകം കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് 20 ലെവലിൽ നിന്ന് ഇൻകം കിട്ടും. 15 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ലെവലിൽ നിന്നുള്ള ഇൻകം കിട്ടും. 2% വെച്ചിട്ടായിരിക്കും നമുക്ക് ഡെയിലി കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം ഓർക്കുക. നമുക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് അവർക്ക് ഡെയിലി ഈ NFT സെല്ലിംഗ് വഴി അവർക്ക് എന്തോരം പ്രോഫിറ്റ് കിട്ടുന്നോ അതിൻ്റെ പെർസെൻറ്റേജാണ് നമുക്ക് ഡെയിലി റെഫറൽ ഇൻകമായിട്ട് നമുക്ക് കമ്പനി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റാങ്കിങ് റിവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റിവാർഡും കൂടെ കമ്പനി നമ്മുടെ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ $10,000 വന്നാൽ ആ $10,000 പ്രോഫിറ്റിൻ്റെ 5% നമുക്ക് ഡെയിലി റാങ്കിങ് റിവാർഡായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് $50 കമ്പനി തരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വേണ്ടത് നമ്മൾക്ക് അടുത്ത റാങ്കിൽ എത്താനായിട്ട് $20,000 ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 10% ലഭിക്കുന്നത്. പക്ഷേ അതിന് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് റാങ്ക് 1 2 റെഫറൽ നമുക്ക് വേണം. നെക്സ്റ്റ് വന്നത് $50,000 ടേൺ ഓവർ കൊണ്ടുവന്നാൽ നമുക്ക് 20% ലഭിക്കും. അതിന് വേണ്ടത് 2 റാങ്ക് 2 വരാണ്. അങ്ങനെ ഇത്രയും ലെവലിൽ നിന്നുള്ള നമുക്ക് റാങ്കുകൾ കാണാൻ പറ്റും. വലിയ ഹ്യൂജ് ഇൻകമാണ് ഏറ്റവും ലാസ്റ്റേക്ക് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ സാലറിയും വരുന്നുണ്ട്. $20,000 വന്നാൽ തന്നെ നമുക്ക് $100 മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കും. $50,000 എന്നാൽ $250 മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കും. അങ്ങനെ സാലറി പാക്കേജും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ് സിസ്റ്റം കമ്പനി നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം. അതുകൂടാതെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിഡ്രോവൽ സ്പീഡാണ്. ഇതിനകത്തുള്ള വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ BSC ചെയിൻ ത്രൂ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇൻസ്റ്റൻ്റാണ് നമുക്ക് വിഡ്രോവൽ കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഒരു വിഡ്രോവൽ കാണിച്ചു തരാം. ഞാൻ ഒരു ലൈവ് വിഡ്രോ എടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കതിനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തു. അവിടെ നമ്മുടെ വിഡ്രോ എന്ന സെക്ഷൻ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ അവൈലബിൾ ഡെയിലി ഏണിങ്സ് പറഞ്ഞാൽ $18 ആണ്. അതായത് എനിക്ക് ഒരു ദിവസം കിട്ടിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് $18 ആണ് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ എമൗണ്ട് $505 ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് ലോക്കല്ല, നമുക്കതും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ സാധിക്കും. ഓക്കെ, ഞാനപ്പം എൻ്റെ ഈ നിലവിലുള്ള ബാലൻസ് $18 ഞാൻ നിങ്ങൾക്ക് ലൈവ് ഒന്ന് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ എമൗണ്ട് ടു വിഡ്രോ എന്ന് കാണാം. അപ്പോൾ ഞാൻ അവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുവാണ്. എൻ്റർ എമൗണ്ടിനകത്ത് 18 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം താഴെയുള്ള വിഡ്രോ ഡെയിലി ഏണിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ടൈം നോക്കിയാൽ കാണാൻ പറ്റും 9:18 ടൈം. വളരെ ഇൻസ്റ്റൻ്റ് ആണ്. ഞാനത് ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമ്മുടെ USDക്കകത്തോട്ട് ഈ ഫണ്ട് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 19 സമയം മുകളിൽ കാണാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഡിങ് കാണിച്ചു, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിനി തിരിച്ച് എൻ്റെ ടോക്കൺ ബ്ലോക്കിൻ്റെ ഹോം പേജിൽ വരുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻറ്റ് വിഡ്രോൾ ആണ്. ഏതാണ്ട് 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വിഡ്രോവൽ നമ്മുടെ ടോക്കൺ ബ്ലോക്കൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അതായത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിഡ്രോവലാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. അപ്പം ഡെയിലി നമുക്ക് ഇതിൻ്റെ സൂം മീറ്റിംഗ് ഡെയിലി നമ്മൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ നമ്പരും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാനൊരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തത്. ഓക്കെ, ഇതോടെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു.